നമുക്ക് കിച്ചണിൻ്റെ വർക്ക് ഏരിയയിൽ നമ്മൾ സിങ്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാതെ തന്നെ നല്ല വിസ്താരമുള്ള നീളത്തിലുള്ള രീതിയിൽ നമുക്ക് നല്ല ആഴം വരുന്ന രീതിയിൽ പാത്രങ്ങളിട്ട് നന്നായിട്ട് യൂസ് ചെയ്ത് കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള സിങ്ക് നമുക്ക് എങ്ങനെ വാർത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ കിച്ചണിൻ്റെ സ്ലാബ് വാർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ 40 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് കണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 40 സെൻറ്റിമീറ്റർ താഴ്ചയിൽ വാർത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർത്ത് എല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല നീളമാണ് വരുന്നത്. ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററോളം നീളം വരുന്നുണ്ട്. വീതി വരുന്നത് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ 24 ഇഞ്ചാണ് ഉള്ളിൽ വരുന്നത്. 24 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 2 അടിയോളം വരുന്നുണ്ട്. ഏകദേശം 60 സെൻറ്റിമീറ്ററോളം അതിൻ്റെ ലെങ്ത്ത് വരുന്ന സ്ലാബിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ലാബ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കേണ്ട. സ്ലാബിൽ തന്നെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ വേസ്റ്റ് പൈപ്പ് കാര്യങ്ങളെല്ലാം ഓൾറെഡി നേരത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒരു കോർണറിലേക്കായിട്ടാണ് നമ്മൾ വേസ്റ്റ് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അത് 2 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് വേസ്റ്റ് പൈപ്പ് നമ്മൾ കൊടുത്തു. ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നു 2 ഇഞ്ച് പൈപ്പ്. ഇനി നമുക്കത് കറക്റ്റായിട്ട് അടച്ച് ക്ലിയർ ചെയ്ത് വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം ടൈല് കാര്യങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല വീതിയുള്ള, എന്നാൽ നമുക്ക് നല്ല രീതിയിൽ കഴുകാനും കാര്യങ്ങളൊക്കെ ഒട്ടും വെള്ളം പുറത്തേക്ക് തെറിക്കാത്ത രീതിയിലുള്ള സിങ്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. വർക്ക് ഏരിയയിലൊക്കെ നമ്മൾ സിങ്ക് റെഡിമെയ്ഡ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിന്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണകരമായിരിക്കും. അതിൽ നിന്ന് നേരെ ഔട്ട് വന്നിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ് ഈ കാണുന്നത്. 2 ഇഞ്ച് പൈപ്പ് നമ്മൾ നേരെ ഇട്ടതിന് ശേഷം ഒരു എയർ കൗൾ കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബ്ലോക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടും എയറിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 90% ബ്ലോക്ക് കാര്യങ്ങൾ കുറയ്ക്കാനും സാധിക്കും. പിന്നെ വരുന്നത് നമുക്ക് 2 ടാപ്പുകളാണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് വാട്ടറും, അതായത് നമ്മൾ കിണറിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ മോട്ടർ അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് വാട്ടറും പിന്നെ ടാങ്കിൽ നിന്നുള്ള വെള്ളം കിട്ടുന്നതിന് വേണ്ടി 2 പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വേണ്ട ടാങ്കിലെ വെള്ളവും പിന്നെ ചൂടുവെള്ളവും വേണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഓപ്ഷൻ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് സെൻറ്റർ ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 7 ഇഞ്ച്, അതായത് ഗ്രാനൈറ്റിൻ്റെ കനം വരുന്നത് 2 ഇഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 ഇഞ്ച് ഫിനിഷിങ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് 7 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് നമ്മൾ 7 ഇഞ്ച് ഹൈറ്റിൽ കൊടുത്തു. 2 ഇഞ്ച് ഗ്രാനൈറ്റ് വരുമ്പോൾ വീഴ്ച കാര്യങ്ങളെന്ന് പറയുമ്പോൾ 2 ഇഞ്ച് ഓൾറെഡി ഹൈറ്റ് പൊങ്ങും. ബാക്കി 5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. 5 ഇഞ്ചിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്രയേ ഉള്ളൂ, നമ്മൾ വാർത്ത് ചെയ്യുക. അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ടേബിൾ അല്ലെങ്കിൽ സ്ലാബ് വാർക്കുന്നതിൻ്റെ കൂട്ടത്തിൽക്കൂടെ തന്നെ 40 സെൻറ്റിമീറ്റർ താഴ്ച കിട്ടുന്ന രീതിയിൽ നല്ല കുഴിയുള്ള നല്ല താഴ്ച വരുന്ന രീതിയിലുള്ള സിങ്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഒട്ടും വെള്ളം തെറിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴുകാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സ്പേസ് കാര്യങ്ങൾ കിട്ടും. ഇത്രയും വലിയ സിങ്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഇത്രയും വലിപ്പമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വർക്ക് ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത് ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിച്ച് നല്ല നീറ്റായിട്ട് വാട്ടർ പ്രൂഫിംഗ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് സിങ്കായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and miss me.